നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രണയം വില്ലനാകുമ്പോൾ ഈ ലോകത്തു നിന്ന് ഇനിയും എത്ര ആളുകളാണ് മരണപ്പെടുന്നത്? ചില ആളുകൾ പ്രണയിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു. അത്തരത്തിൽ ഒരു വാർത്ത വരികയാണ്. ദുരഭിമാന കൊലയാണോ എന്നുള്ള സംശയം തോന്നുന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. തന്റെ പ്രണയിതാവിനെ അല്ലെങ്കിൽ താൻ സ്നേഹിച്ച പെൺകുട്ടിയെ വിളിക്കാൻ പോയ യുവാവിനെ പിന്നീട് ആ വീട്ടുകാരൊന്നും കണ്ടിട്ടില്ല. യുവാവിന്റെ മൃതദേഹമാണ് അവർ പിന്നീട് കാണുന്നത്. ഇത് ഒരു കൊലപാതകമാണോ എന്നുള്ള സംശയമടക്കം നിലനിൽക്കുകയാണ്. യുവാവിനെ കൊല ചെയ്തത് ഈ പറയുന്ന പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് എന്നുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. 35 വയസ്സുകാരനായ യുവാവിനെ നിഗൂഢ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ കണ്ടെത്തിയ ആ ഒരു കേസിൽ ഇപ്പോൾ പോലീസ് നിർണായകമായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് നൽകുന്നത്. പോലീസ് അന്വേഷണം ശക്തമാക്കുമ്പോൾ ഇത് പ്രണയത്തിന്റെ പേരിൽ ആ യുവാവുമായിട്ട് പെൺകുട്ടിക്കുണ്ടായ ബന്ധത്തിന്റെ പേരിലുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് സംശയമുള്ള 2 പേരെ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തതായാണ് വിവരം. മരിച്ച യുവാവുമായി അടുപ്പത്തിലായിരുന്ന യുവതിയുടെ ബന്ധുക്കളാണ് ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന 2 പേരെന്നാണ് സൂചന. ചിറ്റാർ സ്വദേശിയായ സന്ദീപ് എന്ന യുവാവിനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ വീടിനടുത്തുള്ള ഒരു കുഴിയിൽ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ ഇയാളെ എത്തിക്കുകയായിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. താനുമായി സ്നേഹത്തിലായിരുന്ന യുവതിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്നാണ് പറയുന്നത്. ബന്ധുക്കൾ ഈ പറയുന്ന മൊഴിയും ഈ മരണവാർത്തയും രണ്ടും കൂട്ടിവാഴിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഈ പ്രണയത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടതാണോ എന്നുള്ള സംശയമാണ് പോലീസിന്. എന്തായാലും താൻ അവളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിറങ്ങിയ ഇയാളെ പിന്നീട് ആരും കണ്ടിട്ടില്ല. യുവാവിനെ ക്രൂരമായി പരിക്കേറ്റ നിലയിലാണ് കണ്ടെത്തുന്നത്. സന്ദീപിന്റേത് കൊലപാതകമാണെന്ന് ആരോപിച്ച് പിതാവ് സദാനന്ദനടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. യുവതിയുടെ വീട്ടുകാർ മകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാണെന്നാണ് ഈ പിതാവിന്റെ പരാതി. ഈ ആരോപണം കൂടി കണക്കിലെടുത്താണ് പോലീസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് സൂചന. ഇതിനിടെ സംഭവത്തിന് പിന്നാലെ സന്ദീപുമായി അടുപ്പത്തിലായിരുന്ന വിവാഹിതയായ യുവതി ജീവനെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്ന പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമേ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകാനാകുകയുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ കൂടി ലഭിക്കുന്നതോടെ മരണത്തിന്റെ ദുരൂഹതകൾ നീങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. അതേസമയം ഇതിപ്പോൾ ഒരു വിവാഹം കഴിച്ച യുവതിയുമായിട്ടുള്ള പ്രണയം, അതുമായി ബന്ധപ്പെട്ടിട്ട് ആ കുടുംബക്കാർക്കുണ്ടാകുന്ന നാണക്കേട്, അതേ ചൊല്ലിയൊക്കെയാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറുവശത്ത് ഇത്തരത്തിൽ പ്രണയം എന്നുള്ളത് വില്ലനാകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടതാണ്. കേരളത്തിൽ ദുരഭിമാന കൊല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരാൾ അത് കെവിന് തന്നെയാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ അതിദാരുണ സംഭവം നടന്നത് കേരളത്തിലാണ്. ഈ സംഭവത്തിൽ പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്ത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. 14 പ്രതികളാണ് കെവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. 12 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയായിരുന്നു കേസ്. നീനുവിന്റെ സഹോദരൻ സാനു ചാക്കോയും അച്ഛൻ ചാക്കോയും ഒക്കെയായിരുന്നു സംഭവത്തിലെ മുഖ്യ ആസൂത്രകർ. ചാക്കോയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റവും മാത്രം ചുമത്തിയായിരുന്നു ആദ്യം കേസ്. സഹോദരനെതിരെ ഗൂഢാലോചന, കൊലപാതക കുറ്റങ്ങൾ എന്നിവയൊക്കെ തുടക്കത്തിൽ ചേർത്തിരുന്നു. കെവിനും നീനുവും തമ്മിലുള്ള പ്രണയത്തെ തുടർന്നുള്ള ശത്രുതയാണ് കൊലപാതക കാരണമെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. കൊല നടന്ന് 85-ാം ദിവസമാണ് ഏറ്റുമാനൂർ കോടതിയിൽ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത്. നീനുവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് കോട്ടയം സ്വദേശിയായ കെവിനെ സഹോദരൻ സാനുവും കൂട്ടാളികളും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കേസ്. മെയ് 27-നായിരുന്നു ഈ സംഭവം. കെവിന്റെ ശരീരത്തിലെ 14 മുറിവുകൾ കണ്ടെത്തിയതായിരുന്നു കേസിന് ഒരു സൂചനകൾ ലഭ്യമായത്. ക്രൂരമായി മർദ്ദനമേറ്റിരുന്നു എന്നത് ഈ മുറിവുകൾ വ്യക്തമാക്കി. എന്നാൽ മരണത്തിന് കാരണമാകാവുന്ന മുറിവുകൾ കണ്ടെത്തിയിരുന്നില്ല. മുറിവുകളിൽ മിക്കതും ഇടിയേറ്റതിന്റെ ചതവായിരുന്നു, ഉരച്ചിൽ പാടുകളായിരുന്നു. അങ്ങനെ തോന്നിയ സംശയമാണ് അവസാനം അതൊരു ദുരഭിമാന കൊലയാണ് എന്ന് ഈ കേരളക്കരയെ അന്നടങ്കം അറിയാൻ കാരണമായി മാറിയത്.